ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. രാവിലെ ഞാൻ കുറച്ച് മാങ്ങ അരിയാനും കൂടെ ആയിട്ട് ഇറങ്ങിയതാണ്. എന്നാൽ നിങ്ങൾക്കൊന്ന് ഇൻട്രോ വീഡിയോ എടുത്തിട്ട് ആ കൂടെ മാങ്ങായും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം, അച്ചാറിടണം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു മാങ്ങ അച്ചാറിടുന്നത്. അതുപോലല്ല ഈ പ്രാവശ്യം. മാങ്ങാച്ചാർ പല രീതിയിൽ നമുക്കിടാം. ഞാനിന്ന് വേറെ രീതിയിലാണ് മാങ്ങാച്ചാർ ഇടുന്നത്. അപ്പം ഈ മാങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം. ഈ മാങ്ങ അടിമാലിയിൽ നിന്ന് ചിന്നമ്മ കൊണ്ട് തന്നതാണ്. ഞാൻ പറഞ്ഞായിരുന്നു കൊച്ചുമോള് ചിന്നമ്മായി മാഹിയും കൊച്ചത്തായും വന്നപ്പം ചക്കയും മാങ്ങയും എല്ലാം കൊണ്ടുവന്ന മാങ്ങയാണ്. അതുകൂടാതെ കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങ കൂടിയുണ്ട് ഇതിൽ. വീട്ടിൽ മാങ്ങ മേടിച്ചപ്പം 2 എണ്ണം അമ്മച്ചി എനിക്ക് പിള്ളേർക്ക് തിന്നാനായിട്ട് തന്നതാണ്. ചെനച്ചതാണെന്നും പറഞ്ഞ് ഞാൻ ഇതിനെ കൂടെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 3 മാങ്ങയേ ഉള്ളൂ ഞാൻ അച്ചാറിടാനായിട്ട് എടുത്തേക്കുന്നത്. ഇനി ഒരുപാട് ദിവസം ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ ഇല്ലാതായിപ്പോൾ ഇന്ന് അച്ചാർ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ഈ മാങ്ങയൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ കൂടുതൽ പണികൾ ഈ മുറ്റത്തിരുന്ന് ഇങ്ങനെ ഇരുന്നാണ് ചെയ്യുന്നത്. കണ്ടോ, പഴുത്തു വെച്ചുകൊണ്ടിരുന്നതാണ്. പഴുത്തു പൊട്ടിയിട്ടുണ്ടായിരുന്നു മാങ്ങ. അതുകൂടാതെ എടുക്കാൻ താമസിച്ചപ്പോൾ അത് പഴുത്തു. ഇത് കുഴപ്പമില്ല. പഴുത്ത ചെനയ്ക്കാത്തത് നോക്കി അരിഞ്ഞെടുക്കാം. കുറച്ച് ചെനച്ചതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. വലിയ മധുരപ്പൊന്നും കാണുകയില്ല. വിനാഗിരി ഒഴിച്ചാൽ മതി. അല്ല, ഒരുപാട് പഴുത്ത് തുടങ്ങിയെങ്കിൽ മധുരം കാണും. വിനാഗിരി ഒഴിച്ചാലും ഒരു പഴമാങ്ങയുടെ ഒരു ടേസ്റ്റായി പോവും. മാങ്ങ കഴുകി നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്ത ശേഷമാണ് അരിഞ്ഞെടുക്കുന്നത്. വെള്ളം നനവ് കാണില്ല. നല്ല അച്ചാറൊക്കെ ഇട്ട് വെക്കുമ്പോൾ പൂത്തു പോവും. ഇങ്ങനെ മുഴുവൻ മാങ്ങയെ അരിഞ്ഞെടുക്കണം. എന്നാൽ ഞാൻ മുഴുവൻ മാങ്ങ അരിഞ്ഞെടുത്തിട്ട് വരാം. മാങ്ങ മുഴുവനും ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞാണ്, ഒരുപാട് ചെറുതാക്കാതെ. ഇത്രയും വലിപ്പം വേണം. 2 എണ്ണം ഇവിടെ നല്ലതുപോലെ ചെനച്ചതാണ്. അതുകൊണ്ട് മധുരം കാണും. അതുകൊണ്ട് ഞാനത് അരിഞ്ഞില്ല. പച്ചയ്ക്ക് പിള്ളേർക്ക് തിന്നാനായിട്ട് വെച്ചേക്കുക. ഒരു അത്യാവശ്യം ചെനച്ചത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പുളിയായിരുന്നു. തിന്ന് നോക്കിയപ്പം നല്ല പുളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് അരിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബാക്കി സെറ്റ് ചെയ്യട്ടെ. അതിലോട്ട് വേണ്ട ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് ഞാൻ ഈ പ്രാവശ്യം, ഞാൻ പറഞ്ഞില്ലേ സാധാരണ രീതിയിലല്ല അച്ചാറിടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അച്ചാറിട്ടതുപോലെ അല്ല ഇടുന്നത്. ആദ്യം ഉപ്പിട്ട് കൊടുത്തു. അച്ചാറ് പൊടിയാണ്, ഈസ്റ്റേൻ്റെ അച്ചാറ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ചാറ് പൊടി ആവശ്യത്തിന്. കുറച്ച് മുളക് പൊടി കൂടി, ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. അച്ചാറ് പൊടി ഇട്ടിരിക്കുന്നതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, നനവുള്ള സ്പൂൺ ആയിരിക്കരുത്. നനവുള്ള ഒരു സാധനവും ഈ മാങ്ങയിൽ തൊടില്ല. ഇനി തൊട്ടാൽ ഞാൻ പറഞ്ഞല്ലോ പൂത്തു പോകും. നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് ഒരു കുപ്പിയിലേക്കിട്ട് അടച്ചു വെക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ഇത് വേറെ ഒന്നും എണ്ണയോ വെളുത്തുള്ളിയോ കടുകോ ഒന്നും ചേർക്കുകയില്ല. ഇതിങ്ങനെ ഉപയോഗിക്കും. ആവശ്യമെന്ന് വെച്ചാൽ ഒരു 50 ഗ്രാം വെളുത്തുള്ളി ഒന്ന് പൊളിച്ച് ഇട്ട് കൊടുക്കാം. എനിക്ക് വെളുത്തുള്ളിയും വേണ്ട. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എണ്ണ ഉപയോഗിക്കാതെ മാങ്ങ അച്ചാറിടുന്നതാണ്. ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഞാനിങ്ങനെ അടച്ച് വെക്കും. അടച്ച് വെച്ച് അല്പനേരം കഴിഞ്ഞ് ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ. അടച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും. നല്ല റെഡി ആകട്ടെ. ഇവിടെ സെറ്റാക്കി എടുത്ത മാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു കുപ്പിയിലേക്കിട്ട് അടച്ച് വെച്ചാൽ മതി. ഒരാഴ്ച കഴിയുമ്പോഴത്തേന് മാങ്ങാച്ചാർ റെഡിയാണ്. കായപ്പൊടി ഒന്നും ഇടണ്ട. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ഇപ്പോൾ സൂപ്പർ മാങ്ങാച്ചാർ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. മാങ്ങയൊക്കെ അച്ചാറിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇത് കിരിയാൻ മീൻ കിട്ടി. അതൊന്ന് വെട്ടി തേച്ച് കഴുകിയെടുത്ത് കറി വെക്കണം. കിരിയാൻ മീനായതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് കളയും. ഇവിടെ തല ഇഷ്ടമാണ്, അതുകൊണ്ട് തല ചേർത്തെടുക്കും. അത് ഉപ്പിട്ട് നന്നായിട്ട് തേച്ചൊന്ന് കഴുകണം.
മീൻ കറി വെക്കുവാനായിട്ട് ഉള്ളി, പച്ചമുളക്, തക്കാളി, 2-3 നെല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. എല്ലാ മീൻ കറി വെക്കുമ്പോഴും ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്കത്തില്ല. അയല, കിരിയാൻ എന്ന പോലുള്ള മീൻ ഉപയോഗിക്കുമ്പോൾ മാത്രമേ വെളുത്തുള്ളി ഉപയോഗിക്കത്തുള്ളൂ. അതാണ്ട് മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അല്പം ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി വന്നപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ചെറുതായി വഴറ്റി വന്നപ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകളൊന്ന് എടുത്തു വെക്കണം. അതിനായി 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫിഷ് മസാല ഇരിപ്പില്ല, അല്ലെങ്കിൽ ഫിഷ് മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കും. 2-3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുത്ത് പച്ചമണം മാറുവോളം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് ഞാൻ എടുത്ത് പറയുന്നില്ല, എനിക്ക് കൈക്കാണ് ഉപ്പിന് അളവെന്ന്. കുടംപുളിയാണ് സാധാരണയായി മീൻ കറി വെക്കാനിട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇത് ചിലിമ്പിപ്പുളി ഇട്ടാണ് ഈ കറി വെച്ചെടുക്കുന്നത്. അത് 3-4 എണ്ണം ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കറി അടച്ച് വെച്ച് തിളച്ച് വന്ന ശേഷം കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരുന്ന മീനിട്ട് കൊടുക്കുന്നുണ്ട്. മീൻ പൊടിയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മീൻ കറി ഇവിടെ നന്നായിട്ട് വെന്ത് തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കൂടിപ്പോയാൽ കയ്പ്പ് ടേസ്റ്റ് അനുഭവപ്പെടും. ഇത്രയേ ഉള്ളൂ, മീൻ കറി ഇവിടെ റെഡിയാണ്. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഒരു തോരന് കൂടി വെച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പയിൽ വെച്ച് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ അരപ്പാണ് ആദ്യം റെഡിയാക്കി എടുത്തത്. അതുകൊണ്ട് തന്നെ ആ അരപ്പിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് ഒന്ന് വേവാനായിട്ട്. അരമുറി തേങ്ങ, 2 ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, 3-4 കാന്താരി എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുന്ന ചതച്ചെടുത്തതാണ് അരപ്പ്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി അടച്ചു വെക്കുന്നുണ്ട്. ചീര വേകാനായിട്ട് അധികം താമസമൊന്നുമില്ല. ഒന്ന് ആവി കയറിയാൽ മതി, ചീര വേഗം. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി തട്ടിപ്പൊത്തി അടച്ചു വെച്ചേക്കും. ഇപ്പോൾ ചൂട് പോകാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചീരയൊന്ന് നിരത്തി ചിക്കി കൊടുക്കത്തേ ഉള്ളൂ. ഇവിടെ 2-3 മീനോട് വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറക്കാനായിട്ട് ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീനിൽ മസാല തേച്ചപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒരു കോള് വന്നിരുന്നു. ഞാൻ പറഞ്ഞു തരാം മസാല എങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്ന്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതിലേക്ക് 1.5 ടീസ്പൂൺ മീറ്റ് മസാലയും ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തപ്പോൾ കുറച്ച് പെരിഞ്ജീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ പുരട്ടി 1/2 മണിക്കൂർ വെച്ചിരുന്നു. ഇങ്ങനെ വറുത്തെടുത്താൽ മീനിന് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് മസാല ഏതാണെന്ന്. അത്താഴത്തിനാണ് ഇതെല്ലാം റെഡിയാക്കി എടുത്തത്. അതുകൊണ്ട് തന്നെ രാവിലെ റെഡിയാക്കി എടുത്ത മാങ്ങയും ചീരത്തോരനും മീൻ വറുത്തതും മീൻ കറിയും കൂട്ടി ഉണ്ണാനിരുന്നതാണ്. ഈ മാങ്ങാച്ചാറിന് പ്രത്യേക ടേസ്റ്റാണ്. രാവിലെ റെഡിയാക്കി എടുത്തതുകൊണ്ട് വൈകിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നാലും ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചിലിമ്പിപ്പുളി ഇട്ട് വെച്ച മീൻ കറിയും അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചെനച്ചതാണെങ്കിലും പുളിയുണ്ട് മാങ്ങയ്ക്കെന്ന്. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. ഉപ്പും മുളകും ഒക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക്. എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.